അതുപോലെ സാധാരണ നടക്കുന്നൊരു കേസാണ്. വണ്ടിയില്ലേ, നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തട്ടി മുട്ടിയിട്ടാകുമ്പോൾ അപ്പാട് കുറേ ആൾക്കാരും കൂടും. ചില ആൾക്കാർ കുറേ ആൾക്കാർ അവൻ്റെ കൂടെ സപ്പോർട്ട്, ചിലപ്പോൾ അവൻ്റെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും, കുറേ ആൾക്കാർ അവൻ്റെ സപ്പോർട്ടായിരിക്കും. കാരണം നമുക്ക് ചിലപ്പോൾ സപ്പോർട്ടൊന്നും ഉണ്ടായി നിൽക്കില്ല. അപ്പോൾ അവർ പറയും നമുക്കൊരു 5000 താ, 10000 താ, അല്ല 5000 കൊടുക്കും, 10000 കൊടുക്കും. നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ 5000 10000 കൊടുക്കാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ തെറ്റാണെങ്കിൽ തന്നെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. അവരെ വണ്ടിക്കാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വർക്ക്ഷോപ്പുകാരനെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് അതിന് വേണ്ടുന്ന എത്ര എക്സ്പെൻസ് നമ്മൾ ചെയ്തു തരാം എന്ന് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പുകാരന് കൊടുത്തിട്ട് അവരുടെ സമയത്തിന് അവർ ആ വർക്ക്ഷോപ്പ് പോയിട്ട് പണി ചെയ്തോട്ടെ. അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ ഒരു കാരണവശാലും പൈസ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം നാളെ അത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, പിന്നെയും ചിലപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ കൊടുത്തിട്ട് വില ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ബില്ല് തന്നെ അവിടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് പണികളൊക്കെ ചെയ്തിട്ട് ബില്ല് തന്നെ വാങ്ങിക്കുക. ആ പേയ്മെൻറ്റ് നിങ്ങൾ വർക്ക്ഷോപ്പിൽ നിങ്ങൾ നേരിട്ട് കൊടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വണ്ടി തട്ടി മുട്ടിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ വരും. നിങ്ങൾ മെയിൻ ചെയ്യേണ്ടത് വെച്ചാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. നിങ്ങൾ രണ്ടാളെ വണ്ടിയും ഒന്ന് മാക്സിമം റോഡിന് സൈഡ് ഒതുക്കിയിട്ട് മറ്റുള്ള വാഹനങ്ങൾ ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ ആക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ കാര്യങ്ങളിൽ സംസാരിക്കുന്നതായിരിക്കും നല്ലത്.